കോഴിക്കോട് താമരശ്ശേരി ചുരം ഗതാഗതക്കുരുക്കിൽ പരസ്പരം പഴിചാരി LDFും UDFും. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് കോൺഗ്രസ് വിമർശനം. കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് MLAമാരായ T. സിദ്ദീഖും IC ബാലകൃഷ്ണനും നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ സമാപനത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലാണ് നേതാക്കളുടെ വിമർശനം. ഇത് വലിയൊരു മാനുഷിക പ്രശ്നമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ചുരത്തിലൂടെ നമുക്ക് പോകാൻ തന്നെ പറ്റുന്നില്ല, പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് ഇടപെടേണ്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ വേണ്ട തരത്തിൽ ഇടപെട്ട് ഈ കാര്യം വളരെ പെട്ടെന്ന് തന്നെ തീർക്കണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലും സമരവേദിയിലെത്തി. സമരം രാഷ്ട്രീയ പ്രേരിതമെന്നും നേതാക്കളുടേത് വൈകാരിക ഷോ എന്നുമാണ് CPIM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖിന്റെ മറുപടി. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചാരവേലയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ യഥാർത്ഥത്തിൽ വയനാടിൻ്റെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇവിടെ ബദൽപാതയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, തുരങ്കപാത 2000 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് തുരങ്കപാത നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രവും കേരളവും ഒരേ സമയത്ത് കോൺഗ്രസ് ഭരിച്ചു. അങ്ങനെയായിരുന്നെങ്കിൽ ആ ഘട്ടത്തിൽ ഈ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അപ്പോൾ ബദൽപാതയുമായി ബന്ധപ്പെട്ട് ഒരു ചെറുവിരൽ പോലും തറക്കല്ലിട്ടതിൽ ഒതുങ്ങിയതല്ലാതെ പൂഴിത്തോട് ബദൽപാതയുമായി ബന്ധപ്പെട്ട് ഒരു ചെറുവിരൽ അനക്കാൻ അവർ തയ്യാറായോ? ഇല്ലല്ലോ. ദീപക് നമ്മുടെ വിവരങ്ങൾ വെച്ചാൽ ദീപക്, സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷേ MLA പറയുന്നതും ശരിയാണ്. കാര്യം നമ്മൾ ഈ ക്രിസ്മസ് അവധിക്കാലത്തൊക്കെ ചുരത്തിൽ നിരന്തരം ബ്ലോക്ക് നമ്മൾ കാണുന്നുണ്ട്, അതിന് മുമ്പും ബ്ലോക്ക് കാണുന്നുണ്ട്. ബ്ലോക്കില്ലാത്ത ദിവസങ്ങൾ കുറവാണെന്നും പറയാം. രാഷ്ട്രീയത്തിനപ്പുറം ഒരു പരിഹാരത്തിലേക്ക് നയിക്കുമെങ്കിൽ സമരം നല്ലതാണ്. ദീപക്, തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹാഷ്മി, ഈ കുരുക്കിൽ കുരുങ്ങുന്നു ഇപ്പോൾ രാഷ്ട്രീയം എന്നുള്ളതാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വയനാട് ചുരം, താമരശ്ശേരി ചുരം ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നു. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ 2 MLAമാർ, അതായത് T. സിദ്ദീഖും അതുപോലെ തന്നെ IC ബാലകൃഷ്ണനും, 2 പേർ കോഴിക്കോട് കളക്ടറേറ്റിന് മുമ്പിൽ രാപ്പകൽ സമരം നടത്തുന്നു. ഇന്നലെ വൈകിട്ടാണ് തുടങ്ങിയത്, ഇന്നിപ്പോൾ സമാപിച്ചു കഴിഞ്ഞു. ആ പരിപാടിയിലേക്ക് ആർച്ച് ബിഷപ്പ് എത്തുന്നു. ഇതിൽ രാഷ്ട്രീയമായ വലിയ മാനമുണ്ട്. കാരണം തിരുവമ്പാടി മണ്ഡലം നിലവിൽ LDFൻ്റെതാണ്, UDF ലക്ഷ്യം വെക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ക്രൈസ്തവ വോട്ട് ബാങ്ക് പ്രധാനമാണ്. മറ്റൊന്ന്, പ്രധാനമായും ക്രൈസ്തവ വോട്ടുകളിൽ UDF ലക്ഷ്യം വെക്കുന്നു. ഈ മലയോര മേഖലയിലുള്ളവർക്ക്, പ്രത്യേകിച്ച് വയനാട് നിവാസികൾക്ക് ചികിത്സയ്ക്ക്, അടിയന്തര യാത്രയ്ക്ക് എല്ലാം ഈ താമരശ്ശേരി ചുരത്തിലെ കുരുക്ക് വലിയ പ്രശ്നം തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം. ആ പ്രശ്നത്തെ വലിയ രാഷ്ട്രീയ സമരമാക്കി മാറ്റുന്നു. അതിൽ പൊതു സ്വീകാര്യതയുള്ളവരെ പങ്കെടുപ്പിക്കുന്നു. MN കാരശ്ശേരി പങ്കെടുക്കുന്നു, കൽപ്പറ്റ നാരായണൻ പങ്കെടുക്കുന്നു. ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ സാധാരണഗതിയിൽ പിണറായി പുണ്യമാണ് എന്ന് പോലും പറഞ്ഞ രീതിയിലുള്ള പ്രസ്താവന നടത്തിയ ആളാണ്. അദ്ദേഹം വന്നിട്ട് ഈ സമ്മേളനത്തിൻ്റെ ഈ സമരത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. അതിന് വലിയ രാഷ്ട്രീയമാനമുണ്ട്. എന്നാൽ അതേ സമയത്ത് ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് ഇന്ന് CPIMൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി പറയുന്നത്. MK രാഘവൻ പറയുന്നത് പൊതുവിലൊരു മെല്ലപ്പോക്കാണ് കുരുക്ക് പരിഹരിക്കാൻ സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം ഇന്ന് MK രാഘവനായിരുന്നു ഈ സമാപന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയത്. അദ്ദേഹം അതിൽ രാഷ്ട്രീയമായ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. സംസ്ഥാന സർക്കാരിനെതിരെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. ഇതിന് കൗണ്ടർ എന്നുള്ള നിലയിലാണ് ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് CPIMൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി ഇത് രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് എന്ന് പറയുന്നത്. ഏതായാലും ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഒരു രാഷ്ട്രീയ സമരത്തിൽ കുരുങ്ങുകയാണ് യഥാർത്ഥത്തിൽ ഈ വയനാട് ചുരത്തിലെ ഗതാഗത കുരുക്കിപ്പോൾ. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.